ഹലോ ഡേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിഗൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാൻ ആദ്യമായിട്ട് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ഒരു 7 ദിവസം തുടർച്ചയായിട്ട് മാർക്കറ്റ് പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. നിക്ഷേപകരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏകദേശം ഒരു 190 പോയിൻ്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് അലൈനായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിന് പോകേണ്ടതായിട്ടുള്ളത്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഒരു 1600 പോയിൻറ്റിൻ്റെ ഒരു റാലി ഓൾറെഡി തന്നെ രേഖപ്പെടുത്തി. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഉണ്ടായ ഒരു കനത്ത നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി യഥാർത്ഥ സംഭവങ്ങൾ, യഥാർത്ഥ കഥ അരങ്ങേറിയത്. വീണ്ടും ട്രംപ് ഓട്ടോ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു. യു.എസിലേക്ക് എസ്പെഷ്യലി ട്രക്കുകൾ അല്ലെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾസ് എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിൽ മേൽ 25% താരിഫ് ഹൈക്ക് പ്രഖ്യാപിച്ചത് കൊണ്ട് യു.എസിലേക്ക് ഏറ്റവും കൂടുതൽ കാറുകളെല്ലാം തന്നെ, ഏറ്റവും കൂടുതൽ ട്രക്കുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അത് ഇതിനു മുമ്പും യു.എസ് 1960കളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ജർമ്മൻ നിർമ്മിത ട്രക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ഒരു താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് യൂറോപ്പും ഏർപ്പെടുത്തിയിരുന്നു ചിക്കൻ, യു.എസിൽ നിന്നുള്ള ചിക്കനിന്മേലുള്ള ഒരു ഉപരോധം, ചിക്കൻ വാർ എന്നൊക്കെ അത് അറിയപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഓട്ടോ സെക്ടറിലേക്ക് കൈ കടത്തുന്നത് ട്രംപ്. അപ്പോൾ ഈ തവണ ജർമ്മൻ കമ്പനികൾക്ക് അത് കനത്ത ഒരു പ്രഹരമായിരിക്കും. കൂടാതെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കാറുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ജപ്പാൻ കമ്പനീസായിട്ടുള്ള ടൊയോട്ട, നിസാൻ, ഹോണ്ട, മിസ്തുബിഷി, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ യു.എസിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന, ഇപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാറ് യു.എസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മാരുതിയാണ്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ മാരുതി ഏകദേശം 2,55,000 കാറുകൾ യു.എസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അത് 2,80,000 യൂണിറ്റുകൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഉള്ള കറൻറ്റ് ന്യൂസ് ഇതാണ്. ഈ ഒരു ഭാഗം, ഈ ഒരു വാർത്ത എന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഇന്നലെ ഈവൻ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റും കനത്ത ഇടിവിലാണുള്ളത്. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് എന്നുള്ളത്. ഇനി യു.എസിൽ നിന്ന് GDP ഡേറ്റ വൈകിട്ട് വരുന്നുണ്ട്. FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS ഇന്നലെ ബയേഴ്സായിരുന്നു, മര്യാദക്കാരായിരുന്നു. 2,249 കോടി രൂപ ബൈ നടത്തി. DIs വളരെ കുറവാണ് സെല്ല് നടത്തിയിട്ടുള്ളൂ, 696 കോടി രൂപ. അപ്പോൾ ആരാ സെല്ല് നടത്തിയത്? റീറ്റെയിലേഴ്സാണ് സെല്ല് നടത്തിയത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ ഏറ്റവും താഴെ US വിക്സ് 6% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് റെഡിൽ, ഡോ റെഡിൽ. FTSE UK മാത്രം 25 പ്ലസ്. എന്നാൽ CAC 40 ഫ്രാൻസ് നെഗറ്റീവ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1% ഇടിവ്. അതിന് മുകളിലുള്ള ഇപ്പോൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവ്. മുകളിലുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റും നെഗറ്റീവ്. ഗോൾഡ് മാത്രം ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $3,027 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. നമുക്ക് നേരെ സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. വേദാന്ത, രാജീവ് കുമാർ വേദാന്തയുടെ CEO ആയിട്ട് നിയമിതനായി അടുത്ത 3 വർഷത്തേക്കെന്നുള്ള ന്യൂസ് ഉണ്ട്. BSE അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മാർച്ച് 30-നാണ് ബോണസ് ഷെയറിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അശോക് ലൈലാൻഡ് കമ്പനി UK-യിലുള്ള പ്ലാന്റ് ഇവർ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ള ന്യൂസ്. MSTC കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, ₹4.50. വെൽസ്പൻ എൻ്റർപ്രൈസസ് കമ്പനി വഡോദര മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് 79 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IT കമ്പനിയായിട്ടുള്ള വിപ്രോ പോണിക്സ് ഗ്രൂപ്പായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി US-ൽ നിന്ന് അവർക്ക് $1.3 മില്യൺ പുതിയ ഓർഡറുകൾ ലഭിച്ചു. SMC ഗ്ലോബൽ സെക്യൂരിറ്റി സെബിയുടെ ഭാഗത്തുനിന്ന് പുതിയ വാർണിംഗ് ലെറ്റർ അവർക്ക് ലഭിച്ചു. NBCC കമ്പനി മഹാരാഷ്ട്ര ഭാഗത്തുനിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് അവരുടെ മിസ്റ്റർ രജനീത് കോഹ്ലി പുതിയ ഫുഡ് ഡയറക്ടറായിട്ട് നിയമിതനായി. അദ്ദേഹം ജുബിലാൻഡ് ഫുഡിലെല്ലാം തന്നെ വർക്ക് ചെയ്ത ആളാണ്. ഡിഷ് TV ഇന്ത്യ അവർക്ക് NSEയുടെ ഭാഗത്തുനിന്ന് നോൺ കംപ്ലയൻസ് നോട്ടീസ് ലഭിച്ചു. നോൺ കംപ്ലയൻസ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിയമങ്ങൾ പാലിക്കാത്തതിന് ഉള്ള കൊടുത്ത നോട്ടീസാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ പേരെല്ലാം തന്നെ വളരെ സാവധാനമാണ് പറയുന്നത്. വളരെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീനില്ലാത്തതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. സെബിയുടെ റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും വളരെ സിമ്പിൾ സാവധാനമായിട്ട് മലയാളത്തിൽ നിർത്തിയല്ലേ കമ്പനിയുടെ ന്യൂസ് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.